നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മമ്മൂട്ടി നായകനായി എത്തുന്ന മധുരരാജ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ചുള്ള കുറച്ച് അഭിപ്രായങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും ട്രെയിലർ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ട്രെയിലർ ഇറങ്ങിയിട്ട് 15 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. 15 മണിക്കൂറുകൾ കൊണ്ട് 2 മില്യണിലധികം വ്യൂവേഴ്സ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതിനർത്ഥം ട്രെയിലർ സൂപ്പർ ഹിറ്റായി എന്ന് തന്നെ വേണം നമ്മൾ വിശേഷിപ്പിക്കാൻ. വേറൊരു കാര്യം കൂടി പറയുമ്പോൾ, ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ 1 മിനിറ്റ് 47 സെക്കൻഡോ മറ്റോ ആണ് ആ ട്രെയിലർ ഉള്ളത്. അത്രയും ചുരുങ്ങിയ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്തുകൊണ്ടും സൂപ്പർ ഹിറ്റായി മാറിയേക്കാവുന്ന, അല്ലെങ്കിൽ ഭാവി ഒരു സൂപ്പർ ഹിറ്റായി മാറാൻ പോകുന്ന ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതും ഒരു സൂപ്പർ ഹിറ്റ് ട്രെയിലറായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് വെറും വാക്ക് പറയുകയല്ല, വളരെ ഗംഭീരമായിട്ടുള്ള എഡിറ്റിംഗ് ആണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അത് ആ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ട്രെയിലർ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. എടുത്തു പറയേണ്ടത്, ചിത്രത്തിൻ്റെ ട്രെയിലറിൽ അധികം പ്രാധാന്യം നൽകിയിരിക്കുന്ന ആക്ഷൻ രംഗങ്ങൾക്കാണെങ്കിൽ കൂടിയും ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട്, വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു ആക്ഷൻ എൻ്റർടൈനർ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പൊളിറ്റിക്സും അതിനകത്ത് കൂടി കലർന്നിട്ടുണ്ടെന്നുള്ളൊരു പുതിയ വിവരമാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. അതിനേക്കാൾ ഉപരി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും നല്ലൊരു കഥയുടെ പിൻബലമുണ്ട് എന്നതിൻ്റെതായ കുറച്ച് എന്താ പറയുക, കുറച്ച് പൊടിക്കൈകൾ അല്ലെങ്കിൽ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഈ ട്രെയിലറിലൂടെ ലഭിക്കുന്നുണ്ട്. ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു കഥയുടെ പിൻബലം ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിനകത്ത് യാതൊരു സംശയവും എനിക്ക് തോന്നുന്നില്ല. എടുത്തു പറയേണ്ടത്, ചിത്രത്തിലെ ഈ ട്രെയിലറിൽ കണ്ടിരിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ, തീർച്ചയായിട്ടും ട്രെയിലറിൽ കൊടുത്തിരിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ ആ സിനിമയുടെ ഒരു അംശം പോലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിരുന്നാൽ പോലും അതിൻ്റെ പെർഫെക്ഷൻ ഇതിനകത്ത് കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ആക്ഷൻ രംഗങ്ങൾ എന്തുമാത്രം ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഹെവി മാസ് എൻ്റർടൈനർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ മമ്മൂട്ടിയുടെ ഈ അടുത്തിറങ്ങിയ സിനിമകളിലെ ഏറ്റവും മികച്ച മാസ് പ്രകടനം തന്നെയായിരിക്കും ഈ ചിത്രത്തിൽ കാണുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടാണ് അദ്ദേഹത്തിന് ഈ ചിത്രത്തിൽ കാണാൻ സാധിച്ചത്. അത് തന്നെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് വേണം കണക്ക് കൂട്ടാനായിട്ട്. പിന്നെ അങ്ങനെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ, രാജ എന്ന് പറയുന്ന കഥാപാത്രം മാത്രമാണ് ഇത്. അല്ലാതെ ഇതൊരു പോക്കിരാജയുടെ 2ാം ഭാഗമായിട്ടല്ല ഈ പടം ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ടാണ് പൃഥ്വിരാജിനൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. എന്ത് തന്നെയായാലും ഇതൊരു പോക്കിരാജ എന്ന ചിത്രത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഹിറ്റ് ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലൂസിഫർ തകർത്തോടിക്കൊണ്ടിരിക്കുകയാണ്. ലൂസിഫറിനൊപ്പം പിടിക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും ചിലപ്പോൾ ലൂസിഫറിന് മുകളിൽ പോകാൻ സാധിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ ആക്ഷൻ രംഗങ്ങൾക്ക് വളരെയധികം പെർഫെക്ഷൻ കൊടുത്തിട്ടുള്ള, ട്രെയിലറിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. ഇതേ എഡിറ്റിംഗ് തന്നെയാണ് നമ്മൾ സിനിമയിലും കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം, ഒരു 2-2.5 മണിക്കൂർ നേരത്തെ ഒരു തകർപ്പൻ പ്രകടനം നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ട് നമുക്ക് ആസ്വദിച്ച് ഇറങ്ങി പോരാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കും പോക്കിരാജ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ജനിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇതൊരു ഫാൻസുകാർക്ക് വേണ്ടിയുള്ള സിനിമയായിരിക്കും. തീർച്ചയായിട്ടും ഫാൻസുകാരെ മാത്രമായിരിക്കും ആദ്യ ദിവസങ്ങളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഈ ഫാൻസുകാരെ എന്തുകൊണ്ടും ഇളക്കി മറിക്കാനുള്ള ഡയലോഗ്സുകൾ ചിത്രത്തിലുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഞാൻ വളരെയധികം വെയിറ്റിങ്ങിലാണ്. എനിക്ക് അറിയില്ല ഫസ്റ്റ് ഡേ പടം കാണാൻ സാധിക്കുമെന്നുള്ളത്. എന്ത് തന്നെയായാലും ചിത്രം എപ്പോൾ കാണാൻ സാധിച്ചാലും ഇത് പൂർണ്ണമായിട്ടും എന്നെ ആസ്വദിപ്പിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്കൊരു സംശയം തോന്നുന്നില്ല. ഗ്യാരണ്ടി ഉള്ള ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹെവി എക്സ്പെക്ടേഷൻ ഞാൻ ഈ ചിത്രത്തിന് കൊടുക്കുന്നു. വളരെയധികം നല്ലൊരു ചിത്രമായിട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.